പൃഥ്വി ആരാ അടിച്ചത്? വീടിലടാ നിന്നെ. ഓ എടാ, എടാ എന്തായി ചെയ്യുന്നത്? എന്റെ കൈ വിട്. എടാ വിടാൻ, എന്റെ എല്ലൊടിഞ്ഞു പോവും. ഈ കൈ കൊണ്ടല്ലേ നീ പ്രീതിയെ തൊട്ടത്? എന്നെ വിടാൻ. ഈ കൈ കൊണ്ടല്ലേ? ഇന്ന് ഞാൻ നിന്റെ ഈ കൈ ഒടിക്കോടാ. പന്ന അലവലാതി, നീ ഇനി ആരോട് ഇങ്ങനെ ചെയ്യരുത്. നീ എന്റെ പ്രീതിയെ കയറി പിടിക്കുവല്ലടാ. ആ ഈ കൈ കൊണ്ടല്ലേ നീ കയറി പിടിച്ചോ? എന്നെ വിടാൻ. എടാ, എത്ര ധൈര്യമുണ്ട് നിനക്ക്? എന്നെ അടിക്കൂല്ലേ നീ? എന്റെ നേരെ കൈ ഉയർത്താറായോ നീ? നിന്നെ ഞാൻ വാ 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 വാ. എന്റെ മക്കളെ അടിച്ചാലുണ്ടല്ലോ, വിടില്ല ഞാൻ. നോക്കിക്കോ ഇവരെ. ഗുണ്ടത്തലവാ, മിണ്ടിപ്പോകരുത്. അനങ്ങരുത് ഇവിടുന്ന്. ഞാൻ പറയാതെ ഇവിടുന്ന് ഓരോ അടി അനങ്ങിയാൽ. ഇല്ല ഇല്ല ഇല്ല, അനങ്ങില്ല. ഏയ് ഗുണ്ടകളെ, ഞാൻ പറയുന്നത് കേട്ടോ. നടക്കല അങ്ങോട്ട്, നടക്ക നടക്ക. ഇടം നിൽക്കവിടെ, നിക്കാൻ. ഓടാൻ ശ്രമിക്കരുത്. ഞാനാ പറഞ്ഞത് രക്ഷപ്പെടാൻ ശ്രമിക്കരുതെന്ന്. നിക്കവിടെ, നിക്ക്. വെടിവെക്കരുത്. മര്യാദയ്ക്ക് അവിടെ മിണ്ടാതെ നിന്നോ നീ. അത് അത് എന്താണെന്നോ, ഞാൻ ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഗുണ്ടകളുണ്ടല്ലോ, അവരുടെ ഗുണ്ട തലവന്റെ തലയ്ക്ക് തോക്ക് വെച്ചാല് ബാക്കി ഗുണ്ടകളൊക്കെ വഴിക്ക് വന്നോളൂന്ന്. അതുകൊണ്ട് ഞാനും അത് തന്നെ ചെയ്യുന്നത്. ഏയ് ഗുണ്ടത്തലവാ, നിനക്കുണ്ടല്ലോ, നിനക്ക് അറിയില്ല, ഒരമ്മയ്ക്ക് ദേഷ്യം വന്നാല് അവരുടെ മക്കൾക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന്. സൂക്ഷിച്ചോ, ഇവിടുന്ന് എങ്ങാനും അനങ്ങാൻ ശ്രമിച്ചാലുണ്ടല്ലോ. രാധിക, ഞാനും ഇവനെ മര്യാദ പഠിപ്പിക്കാം. അതെ സരള, തീർച്ചയായിട്ടും ഇവനെ മര്യാദ പഠിപ്പിക്കുക, നന്നായിട്ട് പഠിപ്പിക്കുക. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു?
നിനക്ക് എങ്ങനെ ധൈര്യം വന്ന് എന്റെ മക്കളെ തൊടാൻ? കൊല്ലാൻ നോക്കിയില്ല നീ എന്റെ മക്കളെ. നിനക്കറിയോ, അവരുടെ അമ്മ സരള അറയ്ക്കൽ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഇനി നീ ഒന്ന് തൊട്ടു നോക്ക്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ കിരണും രോഹിത്തും സമീറും ഉണ്ട്. അവരെന്റെ കൂടെ ഉള്ളത് വരെ ആർക്കും എന്റെ മക്കളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് മാത്രമല്ല, ഇപ്പൊ എന്റെ കൂടെ പ്രീതയുടെ ഭാവി വരൻ കൂടിയുണ്ട്. അവനുണ്ട് എന്റെ കൂടെ. പൃഥ്വി, പൃഥ്വി മോനെ, നീ എവിടെയാ? പൃഥ്വി, പൃഥ്വി. പൃഥ്വി, നിങ്ങളുടെ മരുമകൻ നിങ്ങൾക്കൊന്നും അറിയില്ല. ഞാൻ വാ വാ വാ, യുവമാരെയൊക്കെ പിടിച്ച് വണ്ടി കയറ്റേ. നടക്കണ ഇങ്ങോട്ട്. നീ പൊയ്ക്കോ, വിടില്ല നിന്നെ. ആരാ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ പോലീസ് സമയത്തിന് വരില്ല എന്ന്? എന്റെ ഒരൊറ്റ ഫോൺ കോളിൽ കൃത്യസമയത്ത് തന്നെ അവരെത്തി. ഐ സല്യൂട്ട് ദം ആൻഡ് ഐ റെസ്പെക്ട് ദം. ഞാനാണ് പോലീസിനെ ഫോൺ ചെയ്ത് ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. ആൻഡ് താങ്ക് ഗോഡ് അവർ കറക്റ്റ് സമയത്തിന് ഇവിടെ എത്തി. പൃഥ്വി, നിങ്ങള് വന്നോ? ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ കൂടെയാ വന്നത്. അതേ മോളെ, ഞങ്ങൾ എല്ലാരും കൂടി ഒന്നിച്ചാ വന്നത്. കിരൺ, സമീർ, നിങ്ങൾ ഇങ്ങനെ ഓവർ കോൺഫിഡൻസ് കാണിക്കേണ്ട കാര്യം എന്തായിരുന്നു? നിങ്ങൾ തനിച്ച് ഇത്രയും അപകടകാരികളായ ഗുണ്ടകളുമായി ഏറ്റുമുട്ടി എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? പിന്നെ രോഹിത്, നീ വിവരമുള്ള ആളല്ലേ? നീ ഇവരുടെ കൂടെ ഈ ഗുണ്ടകളോടൊക്കെ ഏറ്റുമുട്ടാൻ വന്നത് എന്തിനാ? അവരുടെ കയ്യില് എന്തൊക്കെ ആയുധങ്ങൾ ഉണ്ടായിരുന്നെന്നോ? ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്ക് പറ്റിയിരുന്നെങ്കിലോ, എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നീ ആലോചിച്ചോ ഞങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന്? അച്ഛനമ്മമാരുടെ ചിന്ത പോലും വന്നില്ല നിങ്ങൾക്ക്? ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ രാധിക, ഞാൻ പറഞ്ഞതാ. പക്ഷെ ഇവരെന്റെ ഒരു വാക്കുപോലും കേട്ടില്ല. രോഹിത്തിനെയും പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചതാ. പിന്നെ ഈ സൃഷ്ടി ഇവളോട് പറഞ്ഞതാ ഞാൻ. അപകടകാരികളാണവർ, അവരുടെ കയ്യിൽ തോക്കുണ്ട്, എന്തു സംഭവിക്കാന്ന്. പക്ഷെ ഇവർക്ക് പറഞ്ഞാ മനസ്സിലാവണ്ടേ? കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. അവർക്കൊരു ചെറിയ പരിക്ക് പറ്റിയാൽ പോലും നമ്മുടെ അവസ്ഥ എന്താന്ന്. സോറി അമ്മേ, സോറി അച്ഛാ. സർലാൻഡി, ഐ എം റിയലി റിയലി സോറി. ഇനി ഇതുപോലൊന്നും ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചോളാം. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇവനെ ഈ ഫിലിമി ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് എല്ലാം ഇവനാ ചെയ്തേ. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു തരത്തിലുള്ള പ്ലാനും ഉണ്ടായിരുന്നില്ല. ഐ എം സോ സോറി അമ്മേ. അയ്യോ ഗുണ്ട, പോലീസ് എവിടെ? ഇല്ല, എനിക്ക് എന്തോ പോലെ തോന്നുന്നു. ഭയങ്കര സ്ട്രോങ് ഫീലിംഗ് ആയിട്ടാ തോന്നുന്നേ. അതായത് എന്റെ പൊന്നു ബേബിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു. എന്റെ മനസ്സ് പറയുന്നത് എന്റെ പൊന്നു ബേബി എന്തോ വലിയ പ്രശ്നത്തിൽ പെടാൻ പോവാന്ന്. ഒരു തവണ കോൾ ചെയ്ത് നോക്കട്ടെ. അവൻ ദേഷ്യപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് മനസ്സിലാവുമല്ലോ അവന് കുഴപ്പമൊന്നുമില്ലെന്ന്. അപ്പോഴെനിക്ക് സമാധാനം കിട്ടും. ശ്രദ്ധിച്ച് പൃഥ്വി, ശ്രദ്ധിച്ച്. ആ വാടക ഗുണ്ടകളായ നിഖിലോ അവന്റെ കൂട്ടത്തിലുള്ള ആരെങ്കിലും നിന്നെ കണ്ട് തിരിച്ചറിഞ്ഞാലോ? ബി കെയർഫുൾ.
ഷെർലിൻ ബേബി, അയ്യോ ഇവളെന്തിനാ ഈ സമയത്ത് കിടന്ന് വിളിക്കുന്നത്? അയ്യോ, എന്റെ കോള് കട്ട് ചെയ്തല്ലോ. ചേട്ടാ, എന്നെ ഒന്ന് സഹായിക്കൂ. എന്നെ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കൂ. ഇപ്പൊ ഇവൻ എവിടുന്ന് എന്റെ വഴി വന്നത്? Damn it. ഓട് പൃഥ്വി, നീ ഓടിക്കോ ഇവിടുന്ന്. ടൈമില്ല നിനക്ക്, ഓട്. മിസ്റ്റർ, നീ കാരണമാണ് ഞങ്ങൾ ഇവിടെ പെട്ടത്. എന്നെ ഇനി ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷിച്ചോ, അല്ലെങ്കിൽ ഞാൻ പോലീസിനോട് എല്ലാം വിളിച്ചു പറയും. ആ പെണ്ണിനെ പൊക്കാനും കൊല്ലാനും നീയാണ് ചേട്ടനോട് കാശ് കൊടുത്തതും പറഞ്ഞതെന്ന്. എന്താ ആലോചിക്കുന്നേ? ബുദ്ധിയുണ്ട് നിനക്ക്. ഇനി എന്നെ പെട്ടെന്ന് വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോ. ഒരു നിമിഷം വൈകരുത്, എത്രയും പെട്ടെന്ന്. മനസ്സിലായോ? ആരെങ്കിലും ഞാൻ ഈ ഗുണ്ടയുമായി സംസാരിക്കുന്നത് കണ്ടാൽ, ഇവനെ ഹെൽപ്പ് ചെയ്യുന്നതായി കണ്ടാൽ, അപ്പൊ തന്നെ അവർക്ക് മനസ്സിലാവും എനിക്ക് ഈ ഗ്യാങ്ങുമായി എന്തോ കണക്ഷൻ ഉണ്ടെന്ന്. ഓ നോ. എടോ നടക്കണോ? അയ്യോ, എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ? നീ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ മുന്നിൽ നടക്ക്, ഞാൻ നിന്റെ പിന്നാലെ വരാം. വണ്ടി എവിടെയാണുള്ളത്? വാ. പൃഥ്വിയോട് കളിക്കാറായോ നീ? കൊണ്ടുപോയവനെ. നീ എന്തിനാ അവനെ അടിച്ചത്? സാർ, ഇവൻ 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 സർ, ഇവൻ ആ ഗ്യാങ്ങിലുള്ള ഗുണ്ടയാണ്. നിങ്ങൾ അന്വേഷിച്ചൊന്നില്ല, ആ ഗുണ്ടയാണിത്. സാർ, ആക്ച്വലി ഞാൻ ഇവനെ അടിച്ചത് ഇവൻ ഇവിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. സാർ, നിങ്ങളൊരു കാര്യം ചെയ്യും സാർ, അകത്ത് പോയി നോക്കുക. അവിടെ കുറെ ഗുണ്ടകൾ ഒളിച്ചിരിപ്പുണ്ട്. എനിക്ക് പോലീസ് സ്റ്റേഷൻ വരെ പോകേണ്ടതുണ്ട്. നിങ്ങളുടെ സീനിയർ പോലീസില്ലേ, പുള്ളിയാണ് എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി. സാർ, നിങ്ങൾ വേഗം അകത്തേക്ക് ചെല്ല്, അല്ലെങ്കിൽ ആ ഗുണ്ടകളെല്ലാം ഓടിപ്പോകും. നിങ്ങൾ വേഗം ചെല്ല്. ഞാൻ പോട്ടെ. നിങ്ങൾ വെക്കോ. താങ്ക് യു. എന്താ നീ ശരിക്കും എനിക്ക് വേണ്ടി അവന്റെ കൈ ഒടിക്കാൻ പോയതാണോ? നിനക്കറിയാൻ ആഗ്രഹമുണ്ട് പ്രീത, ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്തേന്ന്? അയ്യോ, സോറി. എന്താ? ഒരു മിനിറ്റ്, ഞാൻ സോറി പറയണോ? നിന്റെ ബുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ കിരൺ നമ്പ്യാർ. താങ്ക് യു പറയാൻ നിനക്ക് പണ്ടേ അറിയില്ല. ഇപ്പൊ സോറി പറയാനും ഞാൻ നിന്നെ പഠിപ്പിക്കണോ? ഓ ഹലോ ഡോക്ടർ ഡംബോ, നീ അല്ലടി ഇങ്ങോട്ട് ഒന്ന് ഇടിച്ചത്. എന്നെ മൂക്കടിച്ച് പരത്തിയിട്ട് ഞാൻ നിന്നോട് സോറി പറയണോ അല്ലേ? അയ്യടാ, ഒരു മിനിറ്റ്. ചെയ്ത നീയും കുറ്റം എനിക്കും അല്ലേ? ഒരു മിനിറ്റ്. അല്ല, ഈ താങ്ക് യു എന്തിനാ പറയുന്നേ? ടെൽ മീ. Are you serious? Yeah. I don't believe this. അതായത് ശരിക്കും നീ എന്നോട് ചോദിക്കുവാണോ? നിനക്ക് എന്നോട് താങ്ക് യു പറയേണ്ട കാര്യം എന്താണെന്നാണോ? പ്രീത അർക്കൽ, ചോദ്യത്തിന്റെ ഉത്തരം ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചല്ല പറയേണ്ടത്. ഞാൻ ചോദിച്ചിട്ട് മറുപടി പറയടി. നീ എന്നോട് താങ്ക് യു പറയാൻ. ഓ, നീ എന്റെ വായിന്ന് താങ്ക് യു കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കിരൺ നമ്പ്യാരുടെ വായിന്ന് പറയാ. എന്താ കാര്യം? ഓ കിരൺ നമ്പ്യാർ, പറയ. നിനക്ക് എന്തിന്റെയൊക്കെ ചികിത്സയാ വേണ്ടത്? നിന്റെ മെമ്മറി മുഴുവൻ ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കുക. ഫെയ്ഡ്. നീ എന്താ മറന്നുപോയോ? നീയാ എന്നോട്
പറഞ്ഞത് പ്രീത നീ അകത്തേക്ക് വരണ്ടാന്ന്. ഓ, കാരണം അതിന് പെൺകുട്ടികൾക്ക് ഗുണ്ടകളുമായി ഏറ്റുമുട്ടാൻ കഴിയില്ല, റൈറ്റ്? ഞാനപ്പോ അകത്ത് വന്നില്ലായിരുന്നെങ്കിൽ ആ നിഖിൽ നിന്റെ അവസ്ഥ എന്താക്കുമായിരുന്നെന്ന് എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. മനസ്സിലായോ? ആ നിഖിൽ എന്നെ അടിക്കുന്നാണോ പറയുന്നത്? നീ ചെറിയ പിള്ളേരുടെ പണി അടി കാണിച്ചത്. ഞാൻ നിന്നോട് പറഞ്ഞത് അങ്ങോട്ട് വരാൻ പാടില്ലെന്ന്. എന്നിട്ട് നീ അങ്ങോട്ട് വന്നു. What? Yes. Are you for real? നിനക്കിപ്പോഴും ഇതാണ് ഇമ്പോർട്ടന്റ്? നീ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്നത്? അപ്പൊ ഞാൻ നിന്റെ ജീവൻ രക്ഷിച്ചതൊക്കെയോ? അല്ല, നിനക്ക് നിന്റെ ജീവൻ ഇമ്പോർട്ടന്റ് അല്ലേ? അത് ഞാനാ രക്ഷിച്ചേ. What rubbish? നീയാണോ എന്റെ ജീവൻ രക്ഷിച്ചേ? അതെ. അയ്യോ എന്റെ അമ്മേ, ഞാൻ ആ പെണ്ണെ എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചത്. ഞാനാ രക്ഷിച്ചത് നിന്നെയും നിന്റെ കൂടെ ഉള്ളവരെയൊക്കെ.